ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന രക്ഷകനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ശിംശോൻ്റെ ജനനത്തെക്കുറിച്ചും അവനിലൂടെയുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുവല്ലോ. ദൈവിക ഉദ്ദേശ്യം മനസ്സിലാക്കിയ തൻ്റെ മാതാപിതാക്കൾ തങ്ങൾക്ക് ലഭിച്ച ദൈവിക നിർദ്ദേശപ്രകാരം അവനെ വളർത്തുവാൻ ആഗ്രഹിച്ചു. ഒരു ഫെലിസ്ത്യ കന്യകയിൽ ആകർഷനായി അവളെ വിവാഹം കഴിക്കണമെന്ന് ശിംശോൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ അതിനെ എതിർത്തു. ദൈവിക നിയോഗപ്രകാരമുള്ള ഒരു നാസിർ എപ്രകാരം ജീവിക്കണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ശിംശോൻ തൻ്റെ വ്രതത്തെയും നിയോഗത്തെയും പാടെ അവഗണിച്ചു. ശിംശോൻ്റെ യൗവനകാലം ആരംഭിക്കുന്നത് തൻ്റെ ചരിത്രത്തിലെ രണ്ടാം ഭാഗമായ ന്യായാധിപന്മാർ 14:1 മുതലാണ്. ന്യായാധിപന്മാർ 14 ആരംഭത്തിൽ നാം കാണുന്നത് ലക്ഷ്യബോധമില്ലാതെ ഫെലിസ്ത്യ തെരുവായ തിമ്നയിൽ കൂടി കടന്നു പോകുന്ന ശിംശോനെയാണ്. അപ്രകാരം ലക്ഷ്യബോധമില്ലാത്ത ഒരു വ്യക്തിയെ തൻ്റെ ആയുധമാക്കുവാൻ സാത്താന് വളരെ എളുപ്പമായിരുന്നു. ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന സുപ്രസിദ്ധ പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാണ്. ഫെലിസ്ത്യ യുവതിയുമായുള്ള വിവാഹം മാതാപിതാക്കൾ എതിർത്തപ്പോൾ അവൻ്റെ ഉത്തരം തൻ്റെ ശാഠ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ന്യായാധിപന്മാർ 14:3 അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കാതെ ധാർഷ്ട്യത്തോടെ മത്സര സ്വഭാവത്തോടെ തുറന്നടിച്ച് സംസാരിക്കുന്ന ശിംശോൻ മാതാപിതാക്കളോട് താൻ അനുസരണക്കേട് കാണിക്കുന്നു. തൻ്റെ കാര്യം തൻ്റെ അവകാശമാണെന്ന രീതിയിൽ സംസാരിക്കുകയും അതുടനെ നടത്തിക്കൊടുക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശിംശോൻ്റെ അക്ഷമയും ബാലിശതയും വെളിവാകുന്നു. താനിവിടെ ദൈവിക പ്രമാണം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 5:16 പുറപ്പാട് 20:12 പറയുന്നത് പോലെ, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഒരുപക്ഷെ അനേക നാൾ മക്കളില്ലാതിരുന്ന ലഭിച്ച മകനായതുകൊണ്ട് മാതാപിതാക്കളുടെ ലാളന അവനെ സ്പോയിൽ ചെയ്തിട്ടുണ്ടാകാം. ഇവിടെ മാതാപിതാക്കൾക്കുള്ള ഒരു മാർഗനിർദ്ദേശം ഉത്തമഗീതം 2:15 കാണുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. മുന്തിരിവള്ളിയുടെ പൂക്കൾ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ജാഗ്രത ആവശ്യമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ ചെറുപ്രായത്തിൽ തന്നെ അവനെ അഭ്യസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇക്കാലത്തും യൗവനക്കാർ തങ്ങളുടെ മാതാപിതാക്കൾ പിൻപറ്റിയ ദൈവിക പ്രമാണങ്ങൾ അവഗണിച്ച് സ്വയം തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നാശത്തിൻ്റെ വഴിയെ പോകുന്നത് കാണാം. നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇടിവിൽ നിൽക്കാം. തലമുറകളെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ജാഗരൂകരാകാം. ദൈവം അതിർത്തി വരമ്പുകൾ നിശ്ചയിക്കുന്നത് നമ്മെ നേർപാതകളിൽ നയിക്കുന്നതിനും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുമാണ്. അതുകൊണ്ട് തന്നെയാണ് കർമ്മനിരതനാകേണ്ട ശിംശോന് തൻ്റെ ജീവിതാരംഭം മുതലേ ദൈവം ചില വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചത്. അമ്മയപ്പന്മാരോടുള്ള ദൈവിക നിർദ്ദേശം ഇതിന് തെളിവാണ്. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തുടങ്ങും. അവനെക്കുറിച്ചുള്ള വിശാല പദ്ധതി ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നു. 13:5 ദൈവനിയോഗം ലഭിച്ച ഈ വ്യക്തി വീഞ്ഞുപേക്ഷിക്കണം, ശവത്താൽ തന്നെ താൻ അശുദ്ധനാകരുത്, തല ക്ഷൗരം ചെയ്യരുത്. ഈ അതിർവരമ്പുകൾ മറികടക്കാതെ ജീവപര്യന്തം സ്വയം സൂക്ഷിക്കണം. ദൈവം കൽപ്പനകൾ നൽകുന്നു, എന്നാൽ അതിനോട് അനുസരണം കാണിക്കുക എന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ദൈവം അതിലിടപെടാറില്ല. ശിംശോൻ ഈ അതിർവരമ്പുകൾ തനിക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം ലംഘിച്ചിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നാസീർ വ്രതം ലംഘിക്കുന്ന ശിംശോനെ അല്ല നാം കാണുന്നത്. മറിച്ച് പടിപടിയായി ചെറിയ ചെറിയ അനുരഞ്ജനം വഴി അനുസരണക്കേടിലേക്ക് വഴുതി വീഴുകയായിരുന്നു താൻ. തൻ്റെ ശക്തിയിലുള്ള അമിത വിശ്വാസം അതിർവരമ്പുകൾ ലംഘിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചു. വിശ്വാസ സമൂഹത്തിലും ഈ പ്രവണത കണ്ടുവരുന്നുണ്ട്. വിശ്വാസികൾ എന്ന് പേരുണ്ടെങ്കിലും സ്വാർത്ഥലാഭത്തിനു വേണ്ടി ലോകത്തോട് അനുരഞ്ജനം ചെയ്യുന്നത്. കാര്യത്തോടടുക്കുമ്പോഴാണ് അവർ ആരാണെന്ന് വെളിപ്പെടുന്നത്. നമ്മുടെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്കെല്ലായ്പ്പോഴും സാധിക്കുന്നുണ്ടോ? നമുക്ക് വിചിന്തനം ചെയ്യാം.
ശിംശോൻ ആദ്യം തൻ്റെ ശാഠ്യ സ്വഭാവം കാണിക്കുന്നു. പിന്നീട് സിംഹത്തിൻ്റെ ഉടലിൽ നിന്നെടുക്കുന്ന തേൻ ഭക്ഷിക്കുകയും മാതാപിതാക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. തന്നെത്താൻ അശുദ്ധനാക്കുന്നത് കൂടാതെ മാതാപിതാക്കളെ കൂടി തൻ്റെ തെറ്റിന് പങ്കാളികളാക്കുന്നു. തേനിൻ്റെ ഉറവിടം തൻ്റെ മാതാപിതാക്കളെ അറിയിക്കേണ്ടതായിരുന്നു, എന്നാൽ അറിയിക്കുന്നില്ല. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൊടുക്കാതെ തൻ്റെ തീരുമാനം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വാർത്ഥതയുടെ മറ്റൊരു മാതൃക. ശിംശോൻ്റെ ഈ ചെറിയ ചെറിയ ഒത്തുതീർപ്പുകൾ അവനെ ഫിലിസ്തീയ യൗവനക്കാരുടെ മധ്യത്തിലെത്തിക്കുന്നു. ഒരു നാസിർ ദൈവമില്ലാത്ത വിഗ്രഹാരാധികളായ പരിഹാസികളുടെ നടുവിലെത്തുന്നു. അവിടെ നാസിർ വ്രതത്തിൻ്റെ എല്ലാ ലംഘനങ്ങളുമുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇപ്രകാരം സംഭവിക്കാം. ആദ്യം നിരുപദ്രവം എന്ന് കരുതുന്ന ചെറിയ ചെറിയ ഒത്തുതീർപ്പുകൾ കരകയറുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അപ്രകാരം സംഭവിക്കാതിരിക്കുവാൻ നമുക്ക് ജാഗരൂകരാകാം. ദൈവം അതിന് നമുക്കിടയാക്കട്ടെ. ശിംശോൻ്റെ 2 സ്വഭാവങ്ങളാണ് നാം ഇന്ന് കണ്ടത്. ശാഠ്യക്കാരനായ യുവാവ്, അതിർത്തികളെ അവഗണിക്കുന്ന ശിംശോൻ. ഈ 2 കാരണങ്ങൾ കൊണ്ട് താൻ എത്തിച്ചേർന്നത് പരിഹാസികളുടെ മധ്യത്തിലാണ്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ.